ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡിലെ വിരമിച്ച മുതിർന്ന ഉദ്യോഗസ്ഥരെയും ഉടൻ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം. കട്ടളപ്പാളി കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് വൈകാതെ രേഖപ്പെടുത്തും. ഇന്നലെ അറസ്റ്റിലായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യം മുരാരി ബാബു, പിന്നാലെ സുധീഷ് കുമാറും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇരുവരുടെയും പങ്ക് വ്യക്തമായ സാഹചര്യത്തിലാണ് അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് കടന്നത്. മുരാരി ബാബുവിന്റെയും സുധീഷിന്റെയും മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാവും തുടർ ചോദ്യം ചെയ്യൽ. സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുമ്പോൾ ചുമതല വഹിച്ചിരുന്ന ദേവസ്വം സെക്രട്ടറി ജയശ്രീ, തിരുവാഭരണ കമ്മീഷണർമാരായ ബൈജു, രാധാകൃഷ്ണൻ എന്നിവരെ ഉടൻ ചോദ്യം ചെയ്യും. പിന്നാലെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ അടക്കമുള്ളവരെയും വിളിച്ചു വരുത്തും. ഇവരുടെ പങ്ക് വ്യക്തമായാൽ അറസ്റ്റിലേക്ക് കടക്കാനാണ് തീരുമാനം. സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെ 14 ദിവസത്തേക്കാണ് കോടതി റിമാൻഡ് ചെയ്തത്. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യും. ശബരിമലയിലെ സന്നിധാനത്ത് വിജയമലയുടെ UB ഗ്രൂപ്പ് സ്വർണം പൂശിയതിന്റെ രേഖകൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഇതും വിശദമായി പരിശോധിച്ചു വരികയാണ്. മീഡിയ 1 തിരുവനന്തപുരം.